CJPയുടെ രണ്ടാമത്തെ പ്രതിഷേധം 2.0. അതായത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ വെസ്റ്റേൺ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ, ഇത് ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ട്രൈബൽസും ബാക്ക്വേർഡ് ക്ലാസ്സും അതേപോലെ തന്നെ ദളിത് കമ്മ്യൂണിറ്റിയും ബാക്ക്വേർഡായിട്ടുള്ള കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലത്ത്. മനസ്സിലാക്കുക, ഈ നോർത്ത് ഇന്ത്യൻ വെസ്റ്റേൺ ഇന്ത്യയുടെ നമ്മളതിൻ്റെ ഡെമോഗ്രഫിയും ടോപ്പോഗ്രഫിയും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുക അതിനകത്തും ആ ഭാഗത്തുള്ള ഈ അപ്പർ കാസ്റ്റായിട്ടുള്ള ആളുകൾ, അവരുടെ കുട്ടികളൊന്നും തന്നെ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നില്ല. തെറ്റായ ധാരണയാണ് പല മലയാളികൾക്കും ഉള്ളത്. അങ്ങനെ പഠിക്കുന്നൊന്നുമില്ല. അവരൊക്കെ പഠിക്കുന്നത് ഈ പറയുന്ന മക്കളെ അവരുടെ ബന്ധുക്കളുടെ വീട്, അതായത് 2 ടയർ 3 ടയർ സിറ്റികളിലോട്ട് മാറ്റിയിട്ട് അല്ല അവരോട് വീടൊക്കെ ഒന്ന് വാടകയ്ക്ക് എടുത്ത്, കാരണം ഇവർക്ക് വസ്തുവും പരിപാടിയും ഒക്കെ ഈ ഗ്രാമങ്ങളിലാണ് ഉള്ളത്. കുട്ടികളെ അവിടെ നിർത്തി പഠിപ്പിക്കും. പക്ഷേ ഈ ഗ്രാമത്തിൽ അവിടെ ഈ ഒരു നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഈ മോദിയും ഈ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസും ഈ പറയുന്ന പച്ചക്കള്ള പറയുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഭയങ്കരമായെന്നൊക്കെ. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എന്നും പട്ടിണി ഗ്രാമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സ്കൂളുകൾക്ക് യാതൊരു ഗവൺമെൻറ് യാതൊരു രീതിയിലുമുള്ള അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്, ചില വീഡിയോകളുണ്ട്, നിങ്ങൾക്കിത് കാണാം. दोस्तों हम गांव चमारी में और यहाँ प्राथमिक स्कूल 1 से 5 तक है और आप देख सकते हैं ये बिल्डिंग का निर्माण 2007 में हुआ था और 10 साल के अंतराल में ये बिल्डिंग पूरी चू रही है. पूरी तरीके से इस बिल्डिंग में अंदर जर्जर हो रही है, पानी टपकता है, बारिश में इतनी समस्या आ रही है बच्चों को. जो मैम ने डाल रखी है आगे से लेके पूरे पीछे तक पल्ली डाल रखी है. ये चमारी का शौचालय है, इसमें गेट वगैरह टूटे हुए पड़े हैं. बच्चों को मना कर दिया गया है इस शौचालय को यूज नहीं करना है, क्योंकि आप ये शौचालय की कंडीशन देख सकते हो. इसमें गेट नहीं है, गेट नहीं है इसमें और ये देखिए पानी की कोई सुविधा नहीं है. ना तो इधर से यहाँ पे यहाँ पानी की कोई सुविधा है और ना ही कोई शौचालय है. रास्ता भी निकाल. बानो प्रखंड के लामगढ़ कोनाटोली में ग्रामीणों के सहयोग से जर्जर स्कूल भवन पर पानी टपक रहा था, जिसके बाद इस तरह से तिरपाल लगाकर बांस के सहारे किसी तरह पानी को रोका जा रहा है. बच्चे पढ़ाई कर रहे हैं नीचे. അപ്പോൾ ഈ പറഞ്ഞ് ഇതേപോലെയുള്ള വീഡിയോകൾ CJP അല്ല ഇതൊന്നും എടുത്ത് പുറത്ത് വിട്ടത്. CJP ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നു എന്ന് അതിനു മുമ്പ് തന്നെ ജൻ ആൽഫ, അതായത് സ്കൂളിലെ കുട്ടികൾ ഈ ഒരു മൂവ്മെൻറ്റ് രാജസ്ഥാനിലും UPയിലും മധ്യപ്രദേശിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് അവർ പറയാൻ തുടങ്ങി അവരുടെ സ്കൂളിൽ ടോയ്ലറ്റ് ഇല്ല, സ്കൂളിൻ്റെ കെട്ടിടം ഇടിഞ്ഞ് വീഴാറായി, അതായത് യാതൊരു പ്രാഥമികമായ ഒരു സംവിധാനവും ഇല്ല. സ്കൂളിൽ അവർ ട്രാൻസ്ഫറായിട്ട് വരുന്ന അധ്യാപകരെല്ലാം പട്ടണങ്ങളിൽ നിന്നാണ് വരുന്നത്. അവർ കള്ളത്തരമൊക്കെ കാണിച്ച് പിന്നെ സ്കൂളിൽ വരില്ല. അവർ വരികയാണെങ്കിൽ തന്നെ ഈ ആരെങ്കിലും പിടിച്ചിരുത്തും. അവർ ആ ഗ്രാമത്തിലോട്ട് വരാറില്ല. നിങ്ങൾ കേരളം പോലെയോ സൗത്ത് ഇന്ത്യ തമിഴ്നാട് പോലെയോ ആന്ധ്ര പോലെയോ കർണാടക പോലെയോ നിങ്ങൾ നോർത്ത് ഇന്ത്യയെ കാണരുത്. നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെന്ന് പറയുന്നത് ആഫ്രിക്കയെക്കാളും കഷ്ടമാണ്. കാരണം ഞാൻ അധികവും ഈ ഗ്രാമങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആഫ്രിക്കയെക്കാളും കഷ്ടമാണ്. ഇതും വെച്ചുകൊണ്ടാണ് ഈ മോദിയും ഈ സംഘപരിവാറും തള്ളുന്ന തള്ള്. ഇത് പുറത്തോട്ടങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ CJP അല്ല ഇത് പുറത്ത് കൊണ്ടുവരുന്നത്. അവരൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവർ രാജസ്ഥാനിൽ ഒരു സ്കൂളിൽ പോയി അശുതോഷ് രംഗയുടെ നേതൃത്വം അവരെ അടിച്ചു ഓടിക്കുന്നു. നിങ്ങൾ കണ്ടു കാണും, BJPയുടെയും ABVPയുടെയും യുവമോർച്ചയുടെയും ഗുണ്ടകൾ അടിച്ചു ഓടിക്കുന്നു. പക്ഷേ അത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ഇപ്പോൾ ഒരാൾ സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നു. അപ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്തിനാണ് അവരെ അടിച്ചോടിക്കുന്നത്? എന്ത് തെറ്റാണ് അവർ ചെയ്യുന്നത്? ഇത് നാച്ചുറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യാൻ ആർക്കും അധികാരമുണ്ട്. പിന്നെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണും, അവിടെയുള്ള ലോക്കൽ ആൾക്കാർ, ലോക്കൽ റിപ്പോർട്ടേഴ്സ്. അപ്പോൾ അത് ഈ സ്റ്റിങ്ങേഴ്സ് എന്ന് പറഞ്ഞ പല പല ചാനലിലും അവിടുത്തെ ലോക്കൽ ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അവർ ഈ സാധനം എടുത്ത് ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് 25,000 50,000 ഷെയറിങ് അങ്ങ് വന്നു.
ചില വീഡിയോകളൊക്കെ 5-6 കോടി ആൾക്കാരാണ് ഇത് കണ്ടത്. അതിനെ BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും മോദിക്ക് വോട്ട് ചെയ്യുന്നവർ വരെ ഇതെടുത്തങ്ങ് ഷെയർ ചെയ്തു. ഇതാണ് ഗവൺമെൻറ് പേടിച്ചു പോയി, മോദി ഗവൺമെൻറ്. ഇതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാജസ്ഥാൻ ഗവൺമെൻറ് 12,500 കോടി രൂപ പെട്ടെന്ന് സാങ്ഷൻ ചെയ്യുന്നു സ്കൂളുകൾ നന്നാക്കാൻ. മധ്യപ്രദേശ് ഗവൺമെൻറ് പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു. എല്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോടും പറയുന്നു ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, അത് സംഭവം ശരിയാക്കാൻ, ഉച്ചക്കഞ്ഞ് ശരിയാക്കാൻ പറയുന്നു. ഭയന്നുപോയി. കാരണം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ദളിത്സും ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ്സും താമസിക്കുക അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്ന സ്കൂളുകളാണിത്. ആ കാര്യം മെയിൻ സ്ട്രീമിലോട്ട് വന്നു. ഒരു കാര്യം ഞാൻ പറയാം, 12 വർഷമായിട്ട് മോദി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇത് ഇഗ്നോർ ചെയ്ത ടോപ്പിക്കാണ്. കാരണം ഈ ടോപ്പിക്ക് ഞാൻ പല ആവർത്തി മീഡിയയിൽ കൂടി ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനോട് താല്പര്യമില്ല, BJPക്ക് താല്പര്യമില്ല. അപ്പോൾ ആ ചോദ്യത്തിലോട്ട് ഞാൻ കടക്കുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്കും അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ 12 വർഷം ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റിനും ഇന്ത്യയിൽ ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJPക്കും എന്തുകൊണ്ടാണ് ദളിത് ആദിവാസികൾ, അതായത് ബാക്ക്വേർഡ് ക്ലാസ് പാവം പിടിച്ച കുട്ടികൾ പഠിക്കുന്ന ഈ ഭാഗത്ത് ഇവിടുത്തെ സ്കൂളുകൾ റിപ്പയർ ചെയ്യാനോ ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനോ ഈ സ്കൂളുകളുടെ പഠനം ആ സംഭവം ഡെവലപ്പ് ചെയ്യാൻ അവരെന്തുകൊണ്ടാണ് തയ്യാറാകുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്കറിയാം BJP ആണെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും അപ്പർ കാസ്റ്റിൻ്റെ ഡോമിനേഷൻ ഈ പാർട്ടിക്കകത്തുണ്ട്. അതായത് BJPക്കകത്ത് വളരെ സ്പഷ്ടമാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. അവരേറ്റവും കൂടുതൽ എതിർക്കുന്നൊരു സംഭവമാണ് റിസർവേഷൻ. അപ്പം എങ്ങനെയാണ് ഈ അപ്പർ കാസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അപ്പം അതാണ് പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ഘടകം എന്ന് പറയുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ബാക്ക്വേർഡ് ക്ലാസ്, അതായത് ദളിത്സും ആദിവാസികളും മറ്റുള്ള ബാക്ക്വേർഡ് ക്ലാസ്സും ആ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ, ശ്രമിക്കുക, അതാണ് കീ പോയിന്റ് എന്ന് പറയുന്നത്. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ നല്ലപോലെ അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടി ഡ്രോപ്പ് ഔട്ട് ആകാതെ ഈ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ, പഠിച്ചങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റിന് പിന്നെ സ്റ്റേറ്റിലും സെൻട്രൽ ഗവൺമെൻറ്റിലും ജോലി കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോഴതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിലും റിസർവേഷനുണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ്റെ അത് ഇപ്പോൾ ചെയ്യുന്ന തരികിട എന്ന് പറയുന്നത്, ഈ പലയിടത്തും ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കും. ഇതിനകത്ത് ഈ പറയുന്ന ദളിത്സും ആദിവാസി കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ല, അതുകൊണ്ട് ഇത് മെറിറ്റിലോട്ടങ്ങ് പോകും. അപ്പം അത് കണ്ടിന്യൂ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചിരുന്നത്. ഈ ദളിത്സും ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ്സുള്ള ഈ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കുക. അവിടെ ഡ്രോപ്പ് ഔട്ട് ഏറ്റവും കൂടുതലാണ്, ഇൻക്ലൂഡിങ് ഗുജറാത്ത് പോലും. ഗുജറാത്തിൽ പട്ടേൽ വിഭാഗത്തിൻ്റെ സമരം, മറ്റുള്ള വിഭാഗത്തിൻ്റെ സമരം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതായത് അർബൻ ഈ റൂറൽ ഈ ഗ്രാമങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതിൻ്റെ അകത്ത് 90% എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റുകളാണ്. ദളിത്സും ബാക്ക്വേർഡ് ക്ലാസ്സും OBCയും വളരെ വളരെ കുറവാണ്. കാരണം ഈ ഡാറ്റ ഞാൻ എടുത്ത് നോക്കിയതാണ് പല സ്കൂളുകളിലും പോയിട്ട്. ഇവരെല്ലാം സിറ്റികളിൽ നിന്നാണ് വരുന്നത്. അതായത് അവിടെയുള്ള കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്കറിയാവുന്നതാണ് ഇവരുടെ ഫ്യൂച്ചർ ഇല്ലാതാകും. അതുകൊണ്ടാണ് മോദി ഗവൺമെൻറ് ആണെങ്കിലും നേരത്തെ ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിലും ഒരു കാരണവശാലും റൂറൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു വലിയൊരു കോമൺ ഇഷ്യൂ ആണിത്. പക്ഷെ ഈ സംഭവം, അതായത് ഡൽഹിയിലെ പ്രതിഷേധം സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഈ സംഭവം, അതായത് ഞാൻ പറഞ്ഞൊരു രണ്ടാമത്തെ ഒരു കീ ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഈ ഡൽഹി സമരം സക്സസ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള അംബേദ്കറൈറ്റ്, അതേപോലെ തന്നെ ഭീം ആർമി, ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് വിസിബിളായി. അതുകൊണ്ടാണ് ഗാന്ധിജിയെ റീപ്ലേസ് ചെയ്ത് അംബേദ്കർ കയറി വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ കാര്യം. അതുകൊണ്ടാണ് ഈ സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാം ഈ അംബേദ്കറിൻ്റെ ഫോട്ടോയാണ് വെക്കുന്നത്. ഇതാണ് മോദി ഗവൺമെൻറ്റിനും BJPക്ക് സംഘപരിവാറിനും കിട്ടിയ ഏറ്റവും വലിയ അടിയെന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിലും
അതേപോലെ തന്നെ ദളിത്സും ആദിവാസികൾ അവർക്ക് ബോധം വെച്ച് തുടങ്ങി. അതാണ് അവരുടെ സ്കൂളുകൾ വൃത്തിയാക്കണം. നിങ്ങൾ ചില സ്കൂളുകളൊക്കെ കണ്ടിട്ട് കന്നുകാലികളെ വളർത്തുകയാണ്. അതായത് ഈ ആൾക്കാരുടെ കാരണം അവിടെ സ്കൂളിലെ കുട്ടികളെ ഒരു ചെറിയ മുറി അങ്ങ് കൊടുത്തേക്കുവാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടിച്ചങ്ങ് മാറ്റുകയാണ് പണം. അതായത് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആണെങ്കിൽ 100% ആണ് പല സ്കൂളുകളിലും. അവിടെ കന്നുകാലി വളർത്തുന്നു, അവിടെ ഒരു പരിപാടിയുമില്ല, അധ്യാപകരുമില്ല, പിന്നെന്ത് സ്കൂളാണ് ഇത്? പബ്ലിക് അതായത് ഇൻസ്റ്റയിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതേപോലെയുള്ള ലോക്കൽ റിപ്പോർട്ടേഴ്സ് ഇൻഡിവിജ്വലായിട്ടുള്ളവർ അവരുടെ മൊബൈലിൽ കൊണ്ട് ഇത് പബ്ലിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് ഭയമായി. ഇതാണ് അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ സമരം 100% സക്സസ് ആയി മാറി. അതായത് വീണ്ടും ഈ BJP മോദിയും പൊളിഞ്ഞങ്ങ് പോയി. മോദി ആ സമയത്ത് ഇൻസ്റ്റയിൽ വരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതിനൊന്നും യാതൊരു രീതിയിലുള്ള ക്ലച്ചസ് പിടിക്കാൻ ഇതിന് സാധിച്ചില്ല. ഇതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ. CJP എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഫോറത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ്. അവർക്ക് അടിയൊക്കെ കിട്ടി, അവരുടെ സീനിയർ ലീഡേഴ്സിനൊക്കെ അടി കിട്ടി. അതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. മനസ്സിലാക്കുമോ നിങ്ങൾ? രണ്ടാമതൊരു പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് സംഘപരിവാറും BJP ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വീടുകളിൽ, അതായത് ചില പാസ്റ്റർമാരും പള്ളിയിലെ അച്ഛന്മാരും കാത്തലിക് സഭയിലെ അച്ഛന്മാരും ഒക്കെ ചെയ്യുന്നത് ചെറിയ സ്ഥലങ്ങളെടുക്കുക, വീടുകളിലെത്തി ആൾക്കാർ ഈ പറയുന്ന പാവം പിടിച്ച കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഇതിവർക്കൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ടാണ് മതപരിവർത്തനം എന്നും പറഞ്ഞുകൊണ്ട് ഈ സംഭവം ഇവർ പുറത്തോട്ടങ്ങ് ഇറങ്ങിയേക്കുന്നത്. ഇതാണ് അടുത്ത അടി. അവിടെ അടിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചിവിടെ CJP വലിയ ഫോർമേഷൻ ഉണ്ടായി. അതായത് ബാക്ക്വേർഡ് ഈ സ്കൂളുകൾക്ക് വേണ്ടി മുമ്പിൽ വന്നു. ഇത് ബേസിക്കലി ഇന്ത്യയിലുള്ള മിഷൻ പ്രവർത്തനത്തിന് ഭയങ്കരമായിട്ട് വേഗത കൂട്ടും. കാരണം യാഥാർത്ഥ്യം ജനങ്ങൾ അറിയാൻ തുടങ്ങി. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഈ പറയുന്ന മതപരിവർത്തനമാണോ? ഇവർ പറയുന്ന അലിഗേഷൻ സത്യമാണോ? അതോ സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ BJP സംഘപരിവാറും മോദിയും ശ്രമിക്കുന്നത്? ഇതിലോട്ടൊക്കെ ക്വസ്റ്റ്യനിലോട്ട് വലിയ ഡിസ്കഷനിലോട്ട് ഈ കാര്യങ്ങൾ അങ്ങ് മാറി. ഇതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വരാനുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. മോദിയുടെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് ടാർണിഷായി. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ നിതിൻ ഗഡ്കരി ആണെങ്കിലും ഏകദേശം 10-25 മന്ത്രിമാരെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്, ഇൻക്ലൂഡിങ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ. കാരണം മുഖം രക്ഷിച്ചേ മതിയാവത്തുള്ളൂ. മോദിക്കെതിരെ വലിയ തരംഗമാണ് ഇന്ത്യയിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലെ ആ ഇഷ്യൂ പോലും ഒരു മെയിൻ സ്ട്രീമായിട്ടങ്ങ് മാറി. അതിനുശേഷം ഉണ്ടായതോ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ പോലും റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് മുകളിൽ പോലും സമ്മർദ്ദം ഉണ്ടായി. കാരണം ഗോദി മീഡിയ മോദിയെ താങ്ങുന്നവർക്ക് പോലും മനസ്സിലായി അവരുടെ കയ്യിൽ നിന്നും ആളുകൾ പോവുകയാണ്. ഇതാണൊരു വലിയൊരു രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മിറാക്കുലസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ റൂറൽ ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി അവരെ നശിപ്പിക്കുന്നതിൻ്റെ പിന്നിലെന്താണ് ഉദ്ദേശ ലക്ഷ്യം. അവരെവിടെയും രക്ഷപ്പെടാൻ പാടില്ല, അവർക്ക് ജോലി കിട്ടാൻ പാടില്ല, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാൻ പാടില്ല, അവർ ഹിന്ദി മാത്രം പഠിച്ചാൽ മതി, അവർ ഇംഗ്ലീഷ് പഠിക്കരുത്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമിത്ഷായാണ് പറയുന്നത് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കരുത്, ഹിന്ദി മാത്രമേ പഠിക്കാവൂ. അതിനും കിട്ടിയ അടിയാണിത്. അതായത് ഇന്ത്യയുടെ റൂറൽ ഇന്ത്യ, അർബൻ ക്ലാസ് നിങ്ങൾക്കറിയാം, അർബൻ ക്ലാസ്സിലുള്ള ബാക്ക്വേർഡ് ക്ലാസ്സിനൊക്കെ ജോലി കിട്ടും. കാരണം അവർ സ്റ്റഡി ചെയ്യുന്നു, പഠിക്കുന്നു, അവരുടെ പേരൻസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ജോലിയുള്ളവരായിരിക്കും. പക്ഷേ റൂറലിലുള്ളവർ ഈ പറയുന്ന ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലാത്തവരാണ്. കാരണം അവർക്കാകെയുള്ള പ്രതീക്ഷ കൃഷി മാത്രമേ ഉള്ളൂ. കൃഷി, ഒരു കർഷക തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ മീണ കമ്മ്യൂണിറ്റി എടുക്കുക രാജസ്ഥാനിൽ. മീണ എന്ന് പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റി, പക്ഷേ അവർക്ക് കൃഷിസ്ഥലമുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിവിൽ സർവീസിനും മറ്റു ഈ കമ്മ്യൂണിറ്റി കയറി വന്നത്. പക്ഷേ അതർ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അതായത് OBC ആണെങ്കിലും മറ്റുള്ള ദളിത് ആദിവാസി കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അവിടെ ഒന്നും ഈ സ്കൂളുകളൊന്നുമില്ല. അവരൊന്നും ഈ പറയുന്ന നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നവരല്ല, സിവിൽ സർവീസിന് വരുന്നവരല്ല, ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒന്നും അവർ വരാറില്ല. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. കാരണം അവരെല്ലാം അധികവും ഡ്രോപ്പ് ഔട്ടാണ്. 3-4 ക്ലാസ് കഴിയുന്നു, ഡ്രോപ്പ് ഔട്ട്. അപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുക. ഇപ്പോൾ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ
ഇപ്പോൾ കുസാറ്റ് ആണെങ്കിലും വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലും പോസ്റ്റ് ഗ്രാജുവേഷനും മറ്റുള്ള കോഴ്സിനെ പഠിക്കുന്ന ദലിറ്റ്സും ബാക്ക്വേർഡ് ക്ലാസ്സും എത്രയോ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നു. അതിൻ്റെ കാരണം അവർക്ക് പണമില്ല അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. IIT തന്നെ, ഡൽഹി IIT കഴിഞ്ഞ 3 വർഷം കൊണ്ട് 7ഓളം ആത്മഹത്യയാണ് ഉണ്ടായത്. ആത്മഹത്യ ഉണ്ടായാൽ ഭൂരിഭാഗവും ഈ ബാക്ക്വേർഡ് ക്ലാസ്സും ദലിറ്റ്സുമാണ്. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ അപ്പർ കാസ്റ്റ് തയ്യാറാകുന്നില്ല. അപ്പോൾ അതിനൊരു മാറ്റം കൂടെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അപ്പർ കാസ്റ്റിൻ്റെ സമരം ഉണ്ടായിരുന്നു, റിസർവേഷൻ ഹട്ടാവ്, അതെവിടെയും ക്ലച്ച് പോലും പിടിക്കാതെ പോയി. അതാ പറയുന്ന മാറുന്ന ഇന്ത്യയിലെ ദലിറ്റ്സും ബാക്ക്വേർഡ് ക്ലാസ്സും ആദിവാസികളും മുന്നോട്ട് വരികയാണ്. ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിനെ ഓടിച്ചിട്ടടിക്കും തെരുവിൽ. ആ രീതിയിലോട്ടാണ് ഇന്ത്യ മാറുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് CJP തന്നെയാണ്. രണ്ടാമത്തെ അവരുടെ സമരം എന്ന 2.0 വലിയ സക്സസ് തന്നെയായിരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഗവൺമെൻറ് മുട്ടുമടക്കിയത്. മോദി ഗവൺമെൻറ് തന്നെയാണ് മുട്ടുമടക്കിയിരിക്കുന്നത്.